UK ടു ടർക്കി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാം എന്നെനിക്ക് പറയാനറിയില്ല. പക്ഷേ ഒരു കപ്പിൾ ട്രിപ്പിൽ ഉദ്ദേശം എന്ത് ചെലവ് വരും എന്നെനിക്ക് പറയാൻ സാധിച്ചേക്കും. സോ വെൽക്കം ടു യൂണിവേഴ്സ്. യു ആർ വാച്ചിങ് ഡേ 1 ഓഫ് UK ടു ടർക്കി. വെളുപ്പിന് 1:30 ആയുള്ളൂ. നമുക്ക് ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് രാവിലെ 7:15 ഫ്ലൈറ്റ്. പൂൾമേടോ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങി. എയർപോർട്ടിലേക്കുള്ള ബസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂൾമേടോ വരെ നമുക്ക് ഊബറിന് ചിലവായത് 5 പൗണ്ടാണ്. ഇത്ര വെളുപ്പിനായതുകൊണ്ടാന്ന് തോന്നുന്നു എസ് ക്ലാസ് ഒക്കെയാണ് വന്നത്. അല്ലാത്തപ്പോൾ എപ്പോൾ ഊബർ വിളിച്ചാലും ടൊയോട്ടോ പ്രിയസേ വരാറുള്ളൂ. ടർക്കിയിലേക്കുള്ള ഈ വിസക്ക് ചിലവായത് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ 73 പൗണ്ടാണ്. അതാണെങ്കിൽ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും. പൂൾമേടോയിൽ നിന്ന് എയർപോർട്ട് വരെയുള്ള ബസ്സിൽ ഞങ്ങൾക്ക് 2 പേർ കൂടെ ചിലവായത് 57 പൗണ്ടാണ്. 2:20 സ്റ്റാർട്ട് ചെയ്ത ബസ് ഏകദേശം 4 ആയപ്പോൾ എയർപോർട്ടിലെത്തി. ടർക്കിയിലേക്ക് ചീപ്പ് ഫ്ലൈറ്റ് സെപ്പണിൽ ലൂട്ടണിൽ നിന്നായിരിക്കും. ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിരുന്നെങ്കിലും ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ കൗണ്ടറിൽ പോകേണ്ടി വന്നു. ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആകാൻ ഇനിയും സമയമുള്ളതുകൊണ്ടും ചെറുതായിട്ട് വിശന്നതുകൊണ്ടും ഒരു കഫേ കയറാമെന്ന് വിചാരിച്ചു. അതും ഇന്ത്യൻ. കഫേയിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ചിക്കൻ റാപ്പും ടീയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ റാപ്പ് നല്ലതായതുകൊണ്ട് ഒന്നുകൂടെ മേടിച്ചു. ചിക്കൻ റാപ്പിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. 2 ചിക്കൻ റാപ്പിന് ഒരു ടീക്കും കൂടെ 14 പൗണ്ടാണ് അവിടെ ചിലവായത്. അപ്പോഴേക്കും ഗേറ്റ് ഓപ്പൺ ആവാൻ ടൈമായി. ഇസ്താംബുളിലേക്ക് പോകാൻ നമ്മൾ വിസ് എയറിന്റെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾക്ക് 2 പേർ കൂടെ 335 പൗണ്ടാണ് ആയത്. ടിക്കറ്റ് ബുക്ക് ചെയ്തത് വിസ് എയറിന്റെ ഒഫീഷ്യൽ ആപ്പ് വഴിയാണ്. ഇസ്താംബുളിലേക്കുള്ള ഫ്ലൈറ്റിൽ ഒരാൾക്ക് ഒരു അണ്ടർ സീറ്റ് ബാഗും 10 കിലോ വരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്യാബിൻ ബാഗും, തിരിച്ചുള്ള ഫ്ലൈറ്റിൽ ഒരാൾക്ക് ഒരു അണ്ടർ സീറ്റ് ബാഗും 20 കിലോ വരെയുള്ള ഒരു ചെക്ക് ഇൻ ബാഗുമായിരുന്നു അലൗഡ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ ഉണ്ടായിരുന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. ഇസ്താംബുൾ എയർപോർട്ട് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. ഇമിഗ്രേഷന്റെ ക്യൂ കൊണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വളരെ പെട്ടെന്നായിരുന്നു ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞത്. ടർക്കി ഈ വിസയും ഷെയർ കോഡും മാത്രമാണ് അവിടെ പ്രസന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള ടാക്സി ഞാൻ ഓൾറെഡി Booking.com വഴി ബുക്ക് ചെയ്തിരുന്നു. എയർപോർട്ടിൽ നിന്നും സുൽത്താൻ അഹമ്മദിലുള്ള ഹോട്ടൽ വരെ 30 പൗണ്ടാണ് Booking.comൽ എനിക്ക് ടാക്സിക്ക് ആയത്. മെഴ്സിഡീസ് മെയ്ബാക്കിലാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. വീഡിയോയിൽ ലക്ഷറി പോലെ തോന്നുന്നുണ്ടെങ്കിലും എനിക്കൊരു ലോക്കൽ സെറ്റപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വിശന്ന് കത്തി ഞങ്ങൾ സുൽത്താൻ അഹമ്മദിലെത്തി. എങ്ങനെയെങ്കിലും ചെക്ക് ഇൻ കഴിഞ്ഞ് ഏതെങ്കിലും റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് എന്തെങ്കിലും കഴിക്കണമെന്ന് മാത്രമേ അപ്പോൾ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റിസപ്ഷനിലെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. 2 പേർക്ക് കൂടെ 1 നൈറ്റ് സ്റ്റേക്ക് Booking.comൽ 30 പൗണ്ടാണ് ഈ ഹോട്ടലിനായത്. നാളെ രാത്രി 11 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് കപ്പഡോക്കയിലേക്ക് ബസ് കയറും. അതുകൊണ്ട് 1 നൈറ്റ് സ്റ്റേ മാത്രമേ ഇസ്താംബുളിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോൺ ഹോട്ടൽ റൂമിൽ ചാർജിലിട്ടിട്ടാണ് റെസ്റ്റോറന്റിൽ പോയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലഞ്ചിന് 2 പേർ കൂടെ ചെലവായത് 26 പൗണ്ടാണ്. തിരിച്ച് ഹോട്ടലിൽ പോയി ഫോണും എടുത്ത് ഞങ്ങൾ ഇസ്താംബുൾ കാണാൻ ഇറങ്ങി. ആദ്യം വന്നത് ഹിപ്പോഡ്രോം സ്ക്വയറിലേക്കാണ്. സുൽത്താൻ അഹമ്മദിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാനുള്ള കാരണം ഓൾമോസ്റ്റ് എല്ലാ അട്രാക്ഷൻസും നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. ഹിപ്പോഡ്രോം സ്ക്വയറിന് ചേർന്നുള്ള ബ്ലൂ മോസ്കിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല. പള്ളിക്കകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രാർത്ഥനാ സമയമായിരിക്കരുതെന്നേ ഉള്ളൂ. പിന്നെ 2 കാര്യം പറയാൻ പറ്റുപോയത്, ഒന്ന്, ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സിം ഒന്നും എടുത്തില്ലായിരുന്നു. ഓൾറെഡി ഞങ്ങളുടെ ഫോണിൽ ഇന്റർനാഷണൽ പ്ലാൻ ഉണ്ടായിരുന്നു. സിം എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭം ഇന്റർനാഷണൽ പ്ലാൻ ചെയ്തു വരുന്നതാണ്. ഒരു കാരണവശാലും കറൻസി എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വരരുത്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ കടകളിലും കാർഡ് ആക്സെപ്റ്റ് ചെയ്യും. ഇനി അത്യാവശ്യത്തിന് ക്യാഷ് വേണ്ടി വന്നാൽ പോലും അവിടെ ആവശ്യത്തിന് ATM കൗണ്ടേഴ്സ് ഉണ്ട്. വെറും നിസ്സാര ഫീക്ക് നമുക്ക് അവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം. അങ്ങനെ ബ്ലൂ മോസ്കും കണ്ടു. ഹിപ്പോഡ്രോം സ്ക്വയർ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയി. ഇവിടെ ചിലവായത് 13 പൗണ്ടാണ്. അങ്ങനെ ടോട്ടൽ 583 പൗണ്ടാണ് നമ്മുടെ day 1 കോസ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ day 1. സ്റ്റേ ട്യൂൺഡ്.